എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 37 സങ്കീർത്തനം അതിൻ്റെ 16 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. വചനം നമ്മളെ കേൾപ്പിക്കുന്നത് അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിലും വിചാരകനാക്കും. ഒരു ചെറിയൊരു ശുശ്രൂഷയാട്ടെ, അത് കർത്താവ് തന്നതെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മളത് പൂർണ്ണ മനസ്സോടെ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകൾ എത്രയാ, അതൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ഏറ്റവും വളരെ മനോഹരമാണ്. ദൈവമക്കളെ, ഈ ജീവിതം പോലും ദൈവം തന്ന ദാനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഓർക്കും, എന്തിനായിരുന്നു ഇങ്ങനൊരു ജീവിതം, എന്തിനാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിന് എന്നെ മെനഞ്ഞത്. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ചില സങ്കടങ്ങളുടെയൊക്കെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും. ഞാനും ഒരു നാൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ജനിക്കാതെ പോയിരുന്നെങ്കിൽ ഞാൻ നിമിത്തം ഉണ്ടായിരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഏറ്റവും അധികം കടന്നു വന്ന നാളിൽ ആത്മഹത്യക്ക് വേണ്ടി 3 പ്രാവശ്യം ഞാൻ ശ്രമിക്കുമ്പോഴും ആ 3 പ്രാവശ്യം വന്ന് എൻ്റെ സഹോദരി എന്നെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോഴും മനസ്സിലോർത്തൊരു കാര്യം, ഞാൻ നിമിത്തം എൻ്റെ മാതാപിതാക്കൾക്കുണ്ടായ ദുഃഖം എത്ര വലുത്, എന്തിനാണ് ഞാനിങ്ങനെ ജനിച്ചത് എന്നോർത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കർത്താവെ, അറിഞ്ഞോ അറിയാതെ ജീവിതത്തിൽ വന്ന എല്ലാ അനുഭവങ്ങൾക്ക് മുൻപിൽ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. ഈ കൊച്ചു ജീവിതം, കർത്താവ് തന്ന ഈ കൊച്ചു ജീവിതം, അത് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. ഇങ്ങനൊരു ജീവിതം കിട്ടിയതാണ് എൻ്റെ കർത്താവിനെ എനിക്ക് അറിയുവാനിടയായത്. ദൈവമേ, അതിനുള്ള ഭാഗ്യം ദൈവം തന്നല്ലോ. അത് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയാണ് ഇപ്പോഴും നമ്മുടെ കണ്ണിൽ. നമുക്ക് കിട്ടിയ അല്പമുണ്ടല്ലോ, അത് മതി, അത് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. സ്തോത്രം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് ആരും അപഹരിക്കുകയില്ല. ആർക്കും എടുത്ത് കളയാൻ പറ്റാത്തവണ്ണം ഒരു നന്മ, ഒരു ചെറിയൊരു അംശം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അത് ദൈവമായിട്ട് നമുക്ക് തന്നതാണെങ്കിൽ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. പാടാൻ ദൈവം തന്ന താലന്തുകൾ, പാട്ടെഴുതാൻ ദൈവം തന്ന താലന്തുകൾ, കർത്താവിന് വേണ്ടി ഉപകരണങ്ങൾ വായിക്കാൻ തന്ന താലന്ത്, കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാൻ, കർത്താവിന് വേണ്ടി പ്രസംഗിക്കാൻ, കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി എല്ലാം സഹിക്കാൻ, ക്ഷമിക്കാൻ. ദൈവമക്കളെ, ചെറിയൊരു കാര്യമല്ല, ഇതെല്ലാം വലിയ വൻകാര്യങ്ങൾ തന്നെ. ഇത് ഇത്ര അളവറ്റൊരു കരുതലാണ് ദൈവത്തിന് നമ്മളോടുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയേറെ നന്മകൾ തന്ന ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനഭാഗത്തെ നമുക്ക് നോക്കാം. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദൈവം തന്ന താലന്ത് മുറുകെ പിടിക്കുക. അത് നഷ്ടപ്പെട്ടു പോകാനിടയായി. നഷ്ടപ്പെട്ട താലന്തുകൾ തിരികെ തരാൻ കർത്താവിനല്ലാതെ ആർക്കും സാധിക്കത്തില്ല. അവ കർത്താവിനോട് പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടു പോയ അരക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. ആ താലന്തുകൾ തിരിച്ചു തന്ന ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ. സഭയ്ക്കകത്ത് ഏറ്റവും മനോഹരമായി സാക്ഷിയെ തീരുവാൻ, ജയിക്കുന്നവനെ നടുതൂണാക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിത്തീരാൻ ദൈവം ഇടയാക്കണമെന്നൊരു പ്രാർത്ഥന വയ്ക്കുക. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും. സത്യ ദൈവമക്കളെ, എന്തുമാത്രം കർത്താവിന് വേണ്ടിയിട്ടിറങ്ങുന്ന ദൈവജനത്തിനറിയാം. അല്ലെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന നാൾ മുതൽ ഏതെല്ലാം വിധത്തിലുള്ള അനർത്ഥങ്ങളാണ് തേടി വരുന്നത്. എന്നാലും ദൈവവചനം നമ്മളെ കേൾപ്പിക്കുക, ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. ദൈവത്തിന് സ്തോത്രം. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദൈവം തന്ന സകല നന്മകൾക്കും നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ദൈവകരങ്ങളിലേക്ക് അടികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറെ ഞെരുക്കത്തിൻ്റെ നടുവിലും
പോറ്റി പുലർത്തുന്ന ദൈവമായ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്രയേറെ കഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായെങ്കിലും ദൈവം കൊടുത്ത താലന്ത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിനു വേണ്ടി ദൈവം കൊടുത്തതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കണേ. നഷ്ടപ്പെട്ട താലന്തുകളെ ഓർത്തുകൊണ്ട് വ്യസനിക്കുന്ന മക്കൾ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ആ നഷ്ടപ്പെട്ട രക്ഷയുടെ സന്തോഷം നിന്റെ മക്കൾക്ക് തിരികെ കൊടുത്ത് ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇരട്ടി പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി ജീവനിടയാക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.